ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മീൻ കറിയും മീൻ ഫ്രൈയും ഉണ്ടാക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കുടം വെളുത്തുള്ളി, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ചധികം കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ്. ഓരോന്നായി അരപ്പ് പുരട്ടി വെക്കാം. മീൻ ഫ്രൈ ചെയ്യുന്ന മസാലയിൽ കൂടുതൽ കുരുമുളക് ചേർത്താൽ പ്രത്യേക ടേസ്റ്റായിരിക്കും. അങ്ങനെ ഞാൻ ഓരോന്നായി അരപ്പ് പുരട്ടി റെസ്റ്റ് ചെയ്യാനായി വെച്ചു. വേറെ കുറച്ച് മീൻ കറി വെക്കാനായിട്ടും വെട്ടിയെടുത്തു. കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഡ്രൈ കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 3-4 ചെറിയ ഉള്ളി, കുറച്ച് ഉലുവാപ്പൊടി എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. 2 തക്കാളിയാണ് നീളത്തിൽ കട്ട് ചെയ്തത്. 2-3 കഷ്ണം കുടംപുളിയും തക്കാളിയും നമുക്ക് അതിലേക്ക് ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. ഈ പരുവത്തിലായിരിക്കണം. തിളച്ച് വരുമ്പോൾ കുറുകി വരും. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടാക്കിയെടുക്കാം. മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലാണ് ചൂടാക്കുന്നത്. കുറച്ച് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയുമായിട്ട് കഴിക്കാനാണ് ഇത് റെഡിയാക്കുന്നത്. എണ്ണ തിളച്ചപ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്തു. മീൻ നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കറി ആ സമയം കൊണ്ട് തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് മീൻ ചേർക്കാം. സാധാരണ അങ്ങനെ ഫ്രഷ് മീനായിട്ട് ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ കത്തീഫ് മാർക്കറ്റിൽ പോയി നേരിട്ട് വാങ്ങിയ മീനാണിത്. പ്രത്യേക ടേസ്റ്റാണ് ഈ മീൻ. ആഴ്ചയിൽ ഒരു ദിവസം പോയി കുറേ മീനുകൾ ഒന്നിച്ച് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നമ്മുടെ മീൻകറി റെഡിയായോ എന്ന് നോക്കാം. കറി തിളയ്ക്കുന്ന നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ കോരാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കത് എണ്ണ വാലാൻ വേണ്ടി പേപ്പറിലേക്ക് കോരിയെടുക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിവേപ്പില ഇട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. ഇനി ബാക്കിയുള്ള മീനും നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ഫ്ലെയിം കൂട്ടി വെക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഒരു ബൗളിലേക്ക് കറി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈയുടെ മുകളിലേക്ക് ഒരു സവാള വട്ടം മുറിച്ച് കുറച്ച് കറിവേപ്പിലയും വെച്ച് അലങ്കരിക്കാം. അങ്ങനെ നമ്മളിത് ചപ്പാത്തിയുടെ കൂടാണ് ഡിന്നറിനാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മീൻ ഫ്രൈയും മീൻ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.